മുൻപ് സ്വാമിജി ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് ശബരിമലയിൽ മാളികപ്പുറത്തമ്മ അയ്യപ്പന്റെ മാതൃഭാവത്തിലുള്ള ദേവതയാണ്. അത് അല്പം കൂടി ഒന്ന് വിശദമായി പറയാമോ? ശബരിമല ലോകത്തിൽ തന്നെ ഏറ്റവും അധികം തീർത്ഥാടകർ ഒരു കാലഘട്ടത്തിൽ ഒത്തുചേരുന്ന മഹത്വപൂർണമായ തീർത്ഥാടന കേന്ദ്രമായി മാറിയ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ കഴിയുന്നത്. രണ്ടായിരത്തി 2018 വളരെയധികം അതിക്രമങ്ങൾ ധർമ്മത്തിന് എതിരായിട്ട് സംഭവിക്കുന്നത് വരെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് പേരാണ് വർദ്ധിച്ചുകൊണ്ടിരുന്നത് യാത്രികർ. ഭാവിയിലും വളരെ സമുന്നതമായ സ്ഥിതിയിലേക്ക് ശബരിമല ഉയരും, അതിൽ സംശയമില്ല. ഏതായാലും അവിടെ ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ അധിഷ്ഠാന ദേവതാ സങ്കല്പത്തെ സംബന്ധിച്ചും മറ്റും കാലഗതിയിൽ ഏതെല്ലാം പരിവർത്തനങ്ങൾ എങ്ങനെയൊക്കെ സംഭവിച്ചു നമുക്ക് സംശയരഹിതമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ്. ഒരു സത്യമാണ്. കാരണം കാലം നിർണയിക്കാനാവാത്ത അത്ര പ്രാചീനമായ നമ്മുടെ ചരിത്രത്തിന്റെ ഗതിയിൽ പലതും പല ഘട്ടങ്ങളിലൂടെ പല ഭാവങ്ങളിലൂടെ ക്ഷേത്രങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് സംശയരഹിതമായിട്ട് ഏതെങ്കിലും ഒരവസ്ഥാവിശേഷത്തെ മാത്രം മുൻനിർത്തിയിട്ട് ഇതാണ് അന്തിമം എന്ന് പറയാൻ കഴിയില്ല. പല ഐതിഹ്യങ്ങളും ആരാധനാക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിശ്വാസ പ്രമാണങ്ങളും പരമ്പരാഗതമായ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള സാഹിത്യവും എല്ലാം ചേർന്ന് സങ്കീർണമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ദേവതാ സങ്കല്പങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ശബരിമലയെ പോലുള്ള ഒരു വിഷയത്തിൽ സംശയരഹിതമായിട്ട് പറയാൻ നമുക്ക് കഴിയില്ല. ഇന്നത്തെ ഒരവസ്ഥയിൽ നമുക്കറിയാം, അവിടെ മുഖ്യമായി മാനിക്കപ്പെടുന്നത്, ആരാധിക്കപ്പെടുന്നത് ഒന്ന് ധർമ്മശാസ്താവിൻ്റെ ബ്രഹ്മചാരി ഭാവത്തിലുള്ള അയ്യപ്പനാണ്. ആ അയ്യപ്പസ്വാമിയുടെ സന്നിധിയുടെ സമീപമായി മാതൃഭാവത്തിൽ മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവാണ്. ഇതിന് രണ്ടിനും കീഴെയായിട്ട് മറ്റ് ദേവതാ സങ്കല്പങ്ങളുണ്ട്. കടുത്ത സ്വാമിയും കൊച്ചു കടുത്ത സ്വാമിയും ഇത്യാദി അനേകം. അവിടെ ഭൂതഗണങ്ങൾ സങ്കല്പിക്കപ്പെടുന്നുണ്ട്, പലതും ഉണ്ട്. അവിടുത്തെ ആരാധനാക്രമങ്ങളിൽ സാത്വിക ഭാവത്തിലുള്ള ക്ഷേത്രോപാസനാ സമ്പ്രദായത്തിൽ തന്നെയുള്ള പൂജാവിധാനങ്ങളുണ്ട്. അവിടെ ആചാര്യനായ തന്ത്രി ആ തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് അഥവാ ഉപദേശമനുസരിച്ച് പൂജ ചെയ്യുന്ന പുറപ്പെടാശാന്തിയായിട്ടുള്ള ഭാവത്തിൽ
പൂജ ചെയ്യുന്ന പൂജകന്മാർ, അർച്ചകന്മാരുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ശുദ്ധ സാത്വികം എന്ന് പറയാൻ വയ്യാത്ത രാജസിക താമസിക സമ്മിശ്രമായിരിക്കുന്ന ഭാവത്തോടു കൂടി, വിശിഷ്യ രാജസിക പ്രാധാന്യത്തോടു കൂടി ഉള്ള കർമ്മങ്ങളുമുണ്ട്. അത് ഈ പറഞ്ഞ ക്ഷേത്ര സങ്കേതത്തിലല്ല. ശബരിമലയിൽ പോയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ദർശനം ചെയ്യുന്നവർക്കറിയാം, അപ്പുറത്തുള്ള സ്ഥാനത്തിൽ മകരം 1 മുതൽ മനസ്സിലാക്കിയെടുത്തോളം ഇതൊക്കെ അതിൻ്റെ ആചരണങ്ങൾ ചെയ്യുന്നവരോട് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും അവിടെ മകരം 1 മുതൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മറ്റ് രാജസിക പ്രാധാന്യത്തോടു കൂടിയുള്ള കർമ്മങ്ങളുണ്ട്. അയ്യപ്പസ്വാമിയുടെ രക്ഷകസ്ഥാനീയനായ പന്തളം രാജപ്രതിനിധി അനുമതി കൊടുത്താലാണത്രേ, അഥവാ അതാണത്രേ അതിൻ്റെ സമ്പ്രദായം, ഈ ചടങ്ങുകൾ ചെയ്യുന്നത്. അങ്ങനെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾക്കൊടുവിൽ സർവഭൂതഗണങ്ങളെയും സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി മടക്കി പറഞ്ഞയച്ച് ഭഗവാൻ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് ഇരിക്കുന്ന ക്രിയകൾ വരെ അടങ്ങിയിട്ടുണ്ടത്രേ. ആ ഒരു ഭഗവാന്റെ എഴുന്നള്ളലിൽ മനസ്സിലാക്കിയെടുത്തോളം ഇത് കൂടുതൽ ആ വിഷയങ്ങളിൽ അറിവുള്ള ആചരണങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം 3 പ്രാവശ്യമോ മറ്റോ മാളികപ്പുറത്തമ്മയുടെ മുമ്പിൽ ഭഗവാന്റെ ആ ഒരു ഭാവം അഭിവാദനം ചെയ്ത് വന്ദിച്ചാണത്രേ മുന്നോട്ട് പോകുന്നത്. മാളികപ്പുറത്തമ്മ അമ്മയാണ്, ജഗന്മാതാവാണ്. സമീപകാലത്ത് ചില സിനിമക്കാരോ കഥാകഥനം ചെയ്യുന്നവരോ ആരൊക്കെയാണെന്നറിയില്ല, എല്ലാവരും കൂടി കൂടിയിട്ട് അയ്യപ്പന്റെ കാമുകിയാക്കി മാറ്റിയിട്ടുണ്ട്. അതിന് കഥകളും പടച്ചു വിട്ടിട്ടുണ്ട്. അതിന് പാട്ടുകളും രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും വർഷം കന്യായ്യപ്പന്മാര് വരാത്ത പക്ഷം മാത്രമേ ആ കാമുകി ഭാവത്തിലുള്ള ദേവിക്ക് അയ്യപ്പനെ വിവാഹം കഴിക്കാൻ കഴിയുള്ളൂ അത്രേ. എന്തൊരു കഷ്ടമാണിതൊക്കെ. അതങ്ങ് പ്രചരിപ്പിച്ചിരിക്കുക. ഇതൊക്കെ അവിടുത്തെ ആചരണങ്ങൾ ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് അവിടെ തന്ത്രിവര്യനുണ്ട്, അവിടെ നേരത്തെ സൂചിപ്പിച്ച രാജസിക വിധാനത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, അതിനർഹതപ്പെട്ട കുടുംബങ്ങളുണ്ട്. റാന്നിയിലും മറ്റും അവരുടെ ആരൂഢ സ്ഥാനങ്ങളാണ്. അവിടെ പറകൊട്ടി പാട്ടുകളുണ്ട്, അത് ചെയ്യാൻ അധികാരപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള ആചരണങ്ങളുമായി ബന്ധപ്പെട്ടവരോട് സംശയിച്ചും ഒക്കെ സംശയം ചോദിച്ചൊക്കെ വേണ്ടേ മനസ്സിലാക്കാൻ. അതുകൊണ്ട് സംശയമില്ലാത്ത വിഷയമാണ്, മാതൃഭാവത്തിലാണ് അവിടെ മാളികപ്പുറത്തമ്മ ആരാധിക്കപ്പെടുന്നത്. ഈ മാളികപ്പുറത്തമ്മയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാട് എല്ലാം മാതൃഭാവത്തിലാണ്. ഒന്ന്, പാണ്ഡ്യദേശത്തിൽ നിന്ന് കുടിയേറി വന്ന
രാജവംശജരാണ് പിന്നീട് ഈ പന്തള രാജവംശമായതെന്നും അവരുടെ ഉപാസനാമൂർത്തിയായിട്ടുള്ള മഞ്ചമാതാവാണ് ഈ മാളികപ്പുറത്തമ്മയായി സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നും ഒരു സംഭവം. അങ്ങനെയാണെങ്കിലും മാതാവാണ്. വേറൊരു പക്ഷം ഭഗവാന്റെ ബ്രഹ്മചാരി ഭാവത്തിലുള്ള അയ്യപ്പനാണല്ലോ പൂജിക്കപ്പെടുന്നത്. ബ്രഹ്മചാരി ഭാവത്തിലുള്ള അയ്യപ്പനാണെങ്കിലും അത് ശാസ്താവാണല്ലോ. ഈ ശാസ്താവ് എന്ന് പറയുമ്പോൾ ഗ്രാമ്യമായും വന്യമായും ഒക്കെ ഉപാസിക്കപ്പെടുന്ന ഭാവങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ചാത്തന് സ്ഥാനമുണ്ട്. അങ്ങനെ ചാത്തൻ എന്നുള്ള സങ്കല്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ചാത്തന്റെ മാതൃസ്ഥാനീയയായിട്ട് ജഗന്മാതാവായ നീലിക്ക് സ്ഥാനമുണ്ട്. ഇതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ മാതാവായിരിക്കുന്ന നീലിയുടെയും ചാത്തന്റെയും ഒക്കെ സങ്കല്പങ്ങൾ ഏത് കാലഘട്ടം മുതലെന്ന് നമുക്കറിയില്ല, അവിടെ ഉണ്ടായിരുന്നിരിക്കണം. കാലഗതിയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ പല പരിവർത്തനങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള പരമ്പരാഗതമായി സംഭവിച്ച വ്യത്യാസങ്ങളിലും ആചാരക്രമ ഭേദങ്ങളിലുമൊക്കെ പല പല മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ തുടർന്ന് വന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇതൊരു ക്ഷേത്രത്തിന്റെ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നതായിരുന്നു ആ ഭാവത്തിലേക്ക് അത് തിരികെയാക്കണം എന്നൊന്നും പറയാൻ സാധ്യമല്ല. കാരണം പരിവർത്തനം വന്ന് വ്യത്യസ്തങ്ങളായ പരിവർത്തനങ്ങളെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ പരിവർത്തനങ്ങളിലേക്ക് ദേവതാഭാവങ്ങൾ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചല്ല പറയുന്നത്. ഏതായാലും നൂറ്റാണ്ടുകളായിട്ട് തന്നെ ബ്രഹ്മചാരി ഭാവത്തിലുള്ള അയ്യപ്പനാണ് പൂജിക്കപ്പെടുന്നത്. പിന്നീട് പുനഃപ്രതിഷ്ഠാ സന്ദർഭത്തിൽ ആ ഭാവം വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അങ്ങനെ ക്ഷേത്രത്തിൽ ശ്രീലകത്തിൽ ആ ഭാവത്തിൽ ഭഗവാൻ പൂജിക്കപ്പെടുമ്പോഴും സവിശേഷത അവിടുത്തെ രാജസിക പ്രധാനമായിരിക്കുന്ന ഉപാസനകളെ ഇല്ലാതാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ സമീപ ഭൂതകാലത്തിൽ തന്നെ തന്ത്രിയുടെ അനുജ്ഞയും അനുഗ്രഹവും സ്വീകരിച്ചുകൊണ്ട് ശ്രീലകത്തിന് പുറത്ത് നേരത്തെ പറഞ്ഞ രാജസിക പ്രാധാന്യമായിരിക്കുന്ന ഉപാസനകൾ നടക്കുന്ന സ്ഥലത്ത് നൃത്തപ്രധാനമായ ആചരണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നൃത്തപ്രധാനമായ ക്ഷേത്രാരാധന എന്ന് പറയുമ്പോൾ തെറ സമ്പ്രദായത്തിൽപ്പെട്ട ചില ക്രിയകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഇതൊന്നും അതിപ്രാചീന കാലത്തല്ല പറയുന്നത്. അത് ഇങ്ങനെ ചരിത്രത്തിന്റെ ഗതിയിൽ വ്യത്യസ്ത ഭാവങ്ങൾ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ശ്രീലകത്തിൽ എന്തു തന്നെ ആയാലും സാത്വിക ഭാവത്തിലുള്ള അയ്യപ്പനാണ്. ഇനി കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ഭാവം ഒരു സമാഹിത ഭാവമല്ലേ? ഒരു സമാധിസ്ഥനായ യോഗീശ്വരന്റെ ഭാവമല്ലേ? തീർച്ചയായിട്ടും അതേന്ന് പറയേണ്ടി വരും. അതുകൊണ്ടൊരു സമാധിസ്ഥനായ യോഗീശ്വരന്റെ ഭാവവും അവിടെ ഭഗവാനുണ്ട്. അതും ബ്രഹ്മചാരി ഭാവത്തിന് അനുഗുണമാണ്. അത് മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ചേർന്നൊരു ഒരു ഒരു ഭാവം ശബരിമലയിലുണ്ട്. ഏത് വിധേന ചിന്തിച്ചാലും മാതൃസ്ഥാനീയയാണ് മാളികപ്പുറത്തമ്മ. മാതാവാണ്, അതിൽ സംശയമില്ല.
ഈ വിഷയങ്ങളൊക്കെ അവിടുത്തെ കർമ്മവുമായി ബന്ധപ്പെട്ടവർ, അവിടുത്തെ പറകൊട്ടി പാട്ടുമായൊക്കെ ബന്ധപ്പെട്ടവർ, അവിടുത്തെ നേരത്തെ സൂചിപ്പിച്ച ക്രിയകളൊക്കെ ചെയ്യുന്നവരെല്ലാവരും അറിഞ്ഞാണ് ആരാധിക്കുന്നത്. ആരാണ്ടെങ്കിലും ഏതെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ ഭാവനാസൃഷ്ടമായിരിക്കുന്ന കഥകളിലൊക്കെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതല്ല വാസ്തവം. ഇത് ചിന്തിക്കുക. വളരെ സന്തോഷം.